അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കിച്ചണിൽ കയറുന്നതിൻ്റെ മുമ്പ് രാവിലെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ലുണ്ടല്ലോ, ഡെയിലി ഇല്ലെങ്കിലും കൂടിയിട്ട് ഒന്നരാടം വെച്ചിട്ടൊക്കെ നമ്മൾ എന്തായാലും മുറ്റടിച്ച് വരാനും അതിനൊക്കെ ഇറങ്ങൂലേ. അപ്പോൾ എൻ്റെ ചെടികൾ, എൻ്റെ പച്ചക്കറി തോട്ടം എന്നൊക്കെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റോറാണെന്നുണ്ടെങ്കിൽ 2 ദിവസമായി അടിച്ചു വരിയിട്ട്. നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണമല്ലേ. അപ്പോൾ ഞാൻ അടിച്ചു വരാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ചുറ്റോറൊക്കെ ഒന്ന് അടിച്ചോരി റെഡിയാക്കി. അതിന് ശേഷം പിന്നെ കുറേ ദിവസമായി ഈ ഒരു തക്കാളി ചെടി ഇങ്ങനെ നോക്കിയിരിക്കണം, ഇച്ചിരി വലുതാവട്ടെ എന്ന് എഴുതിയിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുക, ഒരു ചട്ടിക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ പിന്നെ ഈസി ആയിട്ടുണ്ട്. യാസീനും സിയമോളും കളിക്കണീൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ വേഗം എടുത്തുകൊണ്ട് വേഗം എന്ത് ചെയ്തു, ആ തക്കാളി ചെടീനെ ഇനി അതവിടെ നിന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും കൂടിയിട്ട് ഞാനത് ആ ഒരു ചട്ടിക്ക് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമുക്ക് കുറച്ച് എനർജി ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ ഇങ്ങനെ പുറത്തേക്കുള്ള പണികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കിച്ചണിൽ കയറി നമുക്ക് ഓരോരോ പണികൾ ഇങ്ങനെ ഇതാക്കണമല്ലോ. ഞാൻ ആ ഒരു പോർഷനിലും വെയിൽ വല്ലാതെ ഇല്ലാത്തൊരു ഭാഗമാണ്, അവിടെ നിന്ന് കൊണ്ടുപോയി വെച്ച് നോക്കിയതാണ് തക്കാളിനെ, നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഭാഗത്ത്. അപ്പോൾ സിയമോള് പറഞ്ഞിട്ട് സ്ഥലം മാറ്റി, അവൾക്ക് അവിടെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓള് സ്ഥലം മാറ്റി വെച്ച്. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തോളാം, നിൻ്റെ കുഞ്ഞിച്ചെടിയാണ്, നിൻ്റെ തക്കാളി ചെടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളത് വെള്ളമൊക്കെ ഒഴിച്ച്. പിന്നെ പിന്നെ ഓളൊക്കെ സ്കൂളിൽ ആക്കിങ്ങാണ്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഈ പരിപാടിയൊക്കെ എടുക്കുന്നത്. മുളക് തൈയിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചീരത്തയ്യും ഉണ്ടായിരിക്കണേ. പിന്നെ ഞാൻ അതിൻ്റെ ചോട്ടിക്കാണ് വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടൽ, തക്കാളിയുടെ വേസ്റ്റും ഇതൊക്കെ കൊണ്ടുപോയി ഇടൽ. അപ്പം ഇനി അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിടും. പിന്നെ ഇതിൻ്റെ 2 കറ്റാറുവായ അതിന് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണം. ആ ഒരു ഭാഗത്തൊന്നും വലിയ വെയിലില്ല, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഓൽക്കൊക്കെ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണതാണ്. തക്കാളിനെ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാടി വന്നിട്ടുണ്ടായിരുന്നു. ശരിയാവുമെന്ന് വിചാരിക്കണു. പിന്നെ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് കിച്ചൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒന്ന് അടിച്ചോരി, കിണറിൻ്റെ ആ ഒരു സൈഡിലൊക്കെ വന്നുകൊണ്ട് അടിച്ചോരി അവിടെ വെള്ളം പാർന്ന് ഒക്കെ റെഡിയാക്കിട്ടോ. അവിടെ ഇന്ന് ഈ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിക്ക് ഇങ്ങനെ കയറൂലേ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ എപ്പോഴും വെള്ളം പാർന്ന് അടിച്ചൊക്കെ വിടലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലത്തെ ഒരു കുറച്ച് നേരത്തെ എൻ്റെ ഒരു പണികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചൺ കയറും. അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലീനാക്കി വെച്ചതാണ് കുറച്ചൊക്കെ, എന്നാലും കൂടി രാവിലെ സിയമോൾ കഴിച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കാനും പിന്നെ നോമ്പ് തുറക്ക് ആവശ്യത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ചെറുതായിട്ട് ചെറിയ ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആക്കാനൊക്കെ വേണ്ടിയിട്ട് അതിലൊക്കെ കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.